അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഹന. വെൽക്കം ടു റെസിപ്പി കമ്പനി. ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി സദ്യ ഉണ്ടാക്കാൻ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ബുക്കിൽ എഴുതിയും വെച്ചു. എന്നിട്ടാണ് ഞാൻ ഇത്തവണ സദ്യ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരുപാട് മെനക്കെട്ടുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാൽ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയതെന്നൊന്ന് കണ്ടു നോക്കൂ. ഓണത്തിനൊക്കെ പൊതുവേ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള 3 ചെറിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി തൊണ്ടോടുകൂടി തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. സമയമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചേർക്കുന്നത് നല്ലതാ, വെളിച്ചെണ്ണയും ചേർക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച 4 പച്ചമുളക്, 10 വെളുത്തുള്ളിയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 കപ്പ് വരെ വിനാഗിരി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് നാളെ കേടുകൂടാതിരിക്കില്ല. ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറായതുകൊണ്ട് 1-2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. അടുത്തായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെള്ള നാരങ്ങ അച്ചാറാണ്. എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വെള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു നാരങ്ങ 4 കഷ്ണങ്ങളായിട്ട് ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടുമ്പോൾ ഈ നാരങ്ങയിൽ നിന്നുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങി കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇത് ഈ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതൊന്നുമല്ല, ആ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അതുപോലെ ഈ നാരങ്ങയുടെയും കൂടി വെള്ളമാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. നാരങ്ങ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഉപ്പ് ഇതിലേക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇത് ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എല്ലാം നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഓണത്തിന് ഏകദേശം ഒരു
2 ദിവസം മുമ്പൊക്കെ ഇത് തയ്യാറാക്കി വെക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 150 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായി കഴുകി ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തതാണ് ഇത്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. 3 പച്ചമുളകും 4 ചെറിയുള്ളിയും ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായി മൊരിഞ്ഞ് വരണം. അതുവരെ നന്നായി വഴറ്റി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. ശർക്കര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ പൊടി ചേർക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ച് അത് പിഴിഞ്ഞ് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കറിവേപ്പില കൂടി ചേർത്ത് ശർക്കര ഉരുകി നല്ലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തയ്യാറാക്കാൻ വേണ്ടി ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങ എടുക്കാം. കുമ്പളങ്ങ വളരെ നൈസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇതുപോലെ ചെറുതായി ഒന്ന് മുറിച്ചിടണം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അധികം തിക്നെസ് ഇല്ലാത്ത 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ ഈ തേങ്ങാപ്പാലിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തപ്പോൾ കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ വൻപയറും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊന്ന് ടൈറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിച്ച് എടുക്കണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ഓലൻ റെഡിയായി. ഓലൻ ഇപ്പോൾ ഇവിടെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഓലൻ തയ്യാറായി. ഒരുപാട് ലൂസല്ലാത്ത എന്നാൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കേണ്ടതാണ് ഓലൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണം ഡിഷാണ്. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടി ഇതുപോലെ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇത്രയും പൈനാപ്പിൾ നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഏകദേശം ഈ ഒരു അളവിൽ പൈനാപ്പിൾ മതി. ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ മതി. ഏകദേശം ഈ ഒരളവിൽ ആണ് പൈനാപ്പിൾ എടുക്കേണ്ടത്. ഈ പൈനാപ്പിൾ ആദ്യം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം.
ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. പൈനാപ്പിൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു കൽച്ചട്ടിയോ സ്റ്റീൽ പാത്രമോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളക് ചേർക്കാം. 3 4 ഒക്കെ വരെ ചേർക്കാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വേവാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. പച്ചടിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലൊരു 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് നല്ലപോലെ വെള്ളം എല്ലാം വറ്റി പൈനാപ്പിൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമേ പാടുള്ളൂ. ഒരുപാട് വെള്ളം ആവശ്യമില്ല. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. പൈനാപ്പിൾ പച്ചടി മിക്കവാറും തയ്യാറാക്കുന്ന ഒരു മധുര പച്ചടി ആയിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പൈനാപ്പിളിന് മധുരം ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് കുറച്ചുകൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അത് മധുരത്തിന്റെ അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് നല്ല മധുരമുള്ള പൈനാപ്പിൾ പച്ചടി ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അത്ര മധുരം വേണ്ടി വരില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി മധുരമുള്ള പച്ചടിയാണ് ഇഷ്ടം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരമുള്ള പച്ചടി ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇനി പച്ചടിയിലേക്ക് എടുക്കേണ്ടത് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരും എടുക്കാം, പുളി കുറഞ്ഞ തൈരും എടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയുടെ കൺസിസ്റ്റൻസി ഏകദേശം ഇങ്ങനെയാണ് വേണ്ടത്. ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല, അതുപോലെ ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കി എടുക്കാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് പച്ചടി വേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇത് ഏകദേശം കറക്റ്റ് ഉപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഉപ്പിനി ചേർത്ത് കൊടുക്കണ്ട. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 വറ്റൽമുളക് ചേർക്കാം. 4-5 കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചടി തയ്യാറായി. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി ഒന്ന് കീറിയിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു 2 കൈപ്പിടി തേങ്ങ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ട് പച്ചടിയിൽ ഇഞ്ചി ചേർക്കുന്നവരുണ്ട്. ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. പിന്നെ അരപ്പിൻ്റെ കൂടെ പച്ചമുളക് അരയ്ക്കുന്നവരുണ്ട്. അതങ്ങനെ ആണെങ്കിൽ അങ്ങനെ അരക്കാം. ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ കൂടെ പച്ചമുളക് വേവിച്ചതുകൊണ്ട് അരപ്പിൻ്റെ കൂടെ അരയ്ക്കുന്നില്ല. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് വെള്ളമെല്ലാം വറ്റി ഈ ഒരു ടെക്സ്ചറിലെത്തണം. നമ്മൾ ഒഴിച്ചു കൊടുത്തത് 1 കപ്പ് വെള്ളമായിരുന്നു. അതെല്ലാം വറ്റി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തൈര് എടുക്കാം. തൈര് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 വറ്റൽമുളക് ചേർക്കാം. 4-5 കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുത്താൽ ബീട്രൂട്ട് പച്ചടി തയ്യാറ്. വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഒരു 4 വെണ്ടയ്ക്ക എടുക്കാം. വെണ്ടയ്ക്ക ചെറുതായി നന്നായി കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കുക. കൂടെ എരിവിന് വേണ്ടി 2 മുതൽ 4 വരെ പച്ചമുളക് കൂടി എടുക്കാം. പച്ചമുളകും വെണ്ടയ്ക്കയും ആദ്യം വെളിച്ചെണ്ണയിലിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക നന്നായി വറുത്തൊരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തൈര് എടുക്കാം. ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം ഇതേ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ എടുത്ത വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വെണ്ടയ്ക്ക കിച്ചടി റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി നീളത്തിൽ കനം കുറച്ചരിഞ്ഞ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, കായ, മത്തങ്ങ, കോവയ്ക്ക, പടവലങ്ങ, പച്ചമുളക്, പയർ, മുരിങ്ങക്കായ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ കഷ്ണങ്ങളെല്ലാം ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റാണ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തത്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കണം.
വെള്ളം അധികം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അവയിലേക്കുള്ള അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളിയും 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് കഷ്ണങ്ങളിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. ഇങ്ങനെ നമ്മൾ പച്ച അരപ്പ് കഷ്ണങ്ങളിൽ ചേർത്തൊന്ന് അടച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു ആവിയിൽ കഷ്ണങ്ങളിലേക്കുള്ള അരപ്പിലേക്ക് നല്ലൊരു ചൂട് പിടിക്കും. അപ്പോൾ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടും. ഒരുപാട് നേരം അടച്ച് വെക്കേണ്ട, ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തുറന്ന് നോക്കാം. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി ചിലർ കഷ്ണങ്ങളുടെ കൂടെ പച്ചമാങ്ങ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. പകരം 2-3 ടേബിൾ സ്പൂൺ തൈരും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കാം. ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ചധികം 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ അവിയൽ തയ്യാറായി. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അവിയലിൻ്റെ രുചി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പീസ് പരിപ്പോ, നിങ്ങൾ ഏത് പരിപ്പാണ് സാമ്പാറിന് എടുക്കുന്നത് ആ പരിപ്പ് എടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 ചെറിയുള്ളി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പരിപ്പും ഇതും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 6 വരെ വിസിലടിച്ച് പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസ് വേറൊരു കലത്തിലാണ് വേവിച്ചെടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പടവലങ്ങ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ബീൻസും അച്ചിങ്ങപ്പയറും എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമില്ല. എല്ലാം വളരെ ചെറിയൊരു പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. തക്കാളി പുളിക്ക് വേണ്ടി ചേർക്കാറുണ്ട്. കുറച്ച് പുളിയും കൂടി ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ പുളി വെള്ളവും പരിപ്പും അതുപോലെ സാമ്പാറിലെ കഷ്ണങ്ങളും നന്നായി ഒന്ന് തിളച്ച് വരണം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തക്കാളി, മുരിങ്ങക്കായ, വെണ്ടക്ക, വഴുതനങ്ങ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി ഒന്ന് വഴണ്ട് വരണം. നല്ലപോലെ പച്ചക്കറികൾ വഴണ്ട് വന്നതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണം. കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിൽ നന്നായി വഴണ്ടതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് സാമ്പാർ പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ സാമ്പാർ റെഡിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. ഞാൻ പൊതുവേ താളിച്ചൊഴിക്കാറില്ല, ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഒരു കൂട്ടുകറി തയ്യാറാക്കാം. കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ചേന ഇതുപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു അളവിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പച്ചക്കായ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഒരു 2-3 പച്ചമുളക് എടുക്കാം.
ആദ്യം ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. ഒരു കലത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കൈപ്പിടി ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതും വരെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ദാ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കായും കൂട്ടുകറിയിലേക്കുള്ള വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർക്കാം. ഇത് 1/2 കപ്പ് കടല, 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് ഊറ്റി വെച്ചതാണ്. കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ വറുത്തെടുത്ത തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ടുകറി ചെറുതായി ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞു കിടക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തതുകൊണ്ട് തന്നെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് മാഷ് ചെയ്ത കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് ഉടഞ്ഞു കിട്ടും. എടുത്ത കൂട്ടുകറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. താളിച്ച് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കൂട്ടുകറി റെഡി. നല്ല ടേസ്റ്റിയാണ് സദ്യയുടെ കൂടെ ഇതുപോലത്തെ ഒരു കൂട്ടുകറി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഏറ്റവും എളുപ്പത്തിൽ ക്യാബേജ് തോരൻ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മുതൽ 6 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് തന്നെ മതിയാവും. അതിനൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച് ചേർക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകമായിട്ടോ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ വീതം കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കാം. സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും കൂടി ചേർക്കുന്നത് നല്ലതാണ്.
ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം 2 കൈപ്പിടി ചിരവിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ക്യാബേജ് നന്നായി വെന്ത് കിട്ടും. ക്യാബേജിന് ഒരുപാട് വേവില്ല, അതുപോലെ ചെറിയൊരു പച്ച ചുവ ഉള്ളതാണ് ക്യാബേജ് തോരന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റിയാണ്.